الحمد لله الحمد لله رب العالمين. الحمد لله الذي جعل الصيام جنة للصائمين من النار وزيادة في الأجر والإفضال، وأشهد أن لا إله إلا الله الكبير المتعال، وأشهد أن محمدًا عبده ورسوله خير من صلى وصام وقام وقراءة القرآن. اللهم صل وسلم وبارك عليه وعلى آله وأصحابه وأمهات المؤمنين ومن تبعهم بإحسان إلى يوم الدين. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. ഏറെ ആദരണീയരായ വിശ്വാസിനി സർവ ശക്തനും നിയന്താവും സർവ ലോകത്തിന്റെ സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഘട്ടങ്ങളിലും ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും വളരെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുന്നത്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കുവാൻ, അതിന്റെ ഫലമെന്നോ നിലക്ക് അവൻ വാഗ്ദാനം ചെയ്ത സ്വർഗ ലോകത്ത് ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാൻ മണിക്കൂറുകൾക്കകം നമ്മിലേക്ക് വന്നണയുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും പ്രതീക്ഷകളുടെയും ശക്തമായ ഒരുക്കങ്ങളുടെയും സമയം. അധികമൊന്നും ആവർത്തിച്ച് വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം ആ റമദാനിന്റെ പവിത്രതയും മഹത്വങ്ങളും ഒക്കെ അറിയുന്ന ആളുകളാണ് നാം. സാന്ദർഭികമായ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം റമദാനിന്റെ കർമ്മ മേഖലകളിലൂടെ അതിവേഗത്തിലൊന്ന് സഞ്ചരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സൗം, അറബി ഭാഷയിൽ ഇംസാഖ് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. ഇംസാഖ് എന്ന് പറഞ്ഞാൽ തടഞ്ഞു വെക്കലാണ്, പിടിച്ചു വെക്കൽ. വിശുദ്ധ ഖുർആൻ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ച് അവർ ഭർത്താവില്ലാതെ ഗർഭം സ്വീകരിച്ച സന്ദർഭം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഗർഭിണിയായിരിക്കുമ്പോൾ പരിഹാസത്തിന്റെ വാക്കുകളുമായി ആളുകൾ നിന്റെ അടുക്കലേക്ക് വരുമ്പോൾ നീ അവരോട് പറയേണ്ട വാചകം ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, ഞാൻ ഇന്ന് സൗമിലാണ്. അവിടെ സൗം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിഅന്നഹു ഇംസാകുൻ അനിൽ കലാം, സംസാരത്തെ പിടിച്ചു വെക്കൽ. ഇന്ന് ഞാൻ ആരോടും ഒന്നും മറുപടി പറയാനൊന്നും വരുന്നില്ല, എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല, ഒന്നും പറയാനുമില്ല. അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങൾ തന്നിലൂടെയുള്ള നടപ്പിലാക്കപ്പെടും. അതുകൊണ്ടാണ് കുഞ്ഞുമായി കടന്നു വന്ന സന്ദർഭത്തിൽ അതിന് കാരണങ്ങൾ ചോദിച്ചപ്പോ
തൊട്ടിലേക്ക് ചൂണ്ടിയത്. ചൂണ്ടാനുള്ള കാരണം, സംസാരിക്കാതിരിക്കാനുള്ള കാരണം, കുട്ടിയോട് ചോദിച്ചു നോക്ക് എന്ന് പറയാതിരിക്കാനുള്ള കാരണം അവർ സൗമ്യരായിരുന്നുവെന്ന്. ആവശ്യമില്ലാത്ത സംസാരങ്ങളൊന്ന് പൂർണ്ണമായി തന്നെ പിടിച്ചു വെക്കുക എന്ന്. ശറഈയായി സൗം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അത്തഅബ്ദുു ലില്ലാഹി സുബ്ഹാനഹു വ തആല ബിൽ ഇംസാകി അനിൽ അക്ലി വശുർബ് വസാഇരിൽ മുഫത്തിറാത്ത്. ഭക്ഷണത്തെ പിടിച്ചു വെക്കൽ, കുടിയെ, തീറ്റയെ, ഭക്ഷണപാനീയങ്ങളെ പിടിച്ചു വെക്കുക. നോമ്പിനെ നഷ്ടപ്പെടുത്തിക്കളയുന്ന ചീത്തയായ പ്രവർത്തനങ്ങൾ ഏതൊക്കെയുണ്ടോ അവയെയും തടഞ്ഞു വെക്കലാണ് പിടിച്ചു വെക്കൽ. മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബിശ് ശംസ്, സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെയുള്ള സമയം പ്രത്യേകമായ നിയ്യത്തോടു കൂടിയുള്ള തന്നെ സുരക്ഷിതമാക്കി നിർത്തുന്ന സംവിധാനത്തിനാണ് ഇസ്ലാം നോമ്പ് എന്ന് പറയുന്നത്. ഇത് ആരംഭിക്കുവാൻ മതം നിശ്ചയിച്ച മാനദണ്ഡം എന്ന് പറയുന്നത് ഹിലാലിന്റെ ദർശനമാണ്. എപ്പോഴാണോ ഹിലാല് ദർശിക്കുന്നത്, ആ ദർശിക്കുന്നതോടുകൂടിയാണ് റമദാനിന്റെ ആരംഭം എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങളിലൂടെയാണ് റമദാനിന്റെ ആരംഭം നിർവഹിക്കുക. ഒന്നുകിൽ അത് ഹിലാലിന്റെ ദർശനമാണ്, റുഅയത്ത് ഹിലാലു റമദാൻ. അല്ല എങ്കിൽ ഇത്മാമു ശഹ്റു ശഅബാൻ 30 യൗമ, അഥവാ ഹിലാൽ കാണാതിരിക്കുകയാണെങ്കിൽ 29 ശഅബാൻ മാസം 29 അഥവാ നാളെ മാസപ്പിറവി ദർശിക്കാതെ പോയാൽ പിന്നീട് അവൻ ശഅബാനിന്റെ എണ്ണത്തെ പൂർത്തീകരിക്കുക, 30 തികക്കുക. ശഅബാൻ 30 ഞായറാഴ്ചയെ എണ്ണുക. നാളെ കാണാതിരുന്നാൽ പിന്നെ ഞായറാഴ്ച കാണേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ 29 ദർശനമുണ്ടാവുക, അല്ലെങ്കിൽ 30 എണ്ണം കാണാതെ പോയാൽ 30 എണ്ണം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് പറയുന്നത്. റസൂൽ പറഞ്ഞിട്ടുണ്ട്, ലാ തസൂമു ഹത്താ തറവുൽ ഹിലാൽ, ഹിലാലിനെ ദർശിക്കുന്നത് വരെ, കാണുന്നത് വരെ നിങ്ങൾ നോമ്പെടുക്കാൻ പാടില്ല. കണ്ടാലേ നോമ്പെടുക്കാൻ പാടുള്ളൂ. ഒരുപാട് തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇസ്ലാമിക പണ്ഡിത ലോകത്ത് നിലനിൽക്കുന്ന ഒരു മേഖലയാണ് മാസപ്പിറവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അത് കാണേണ്ടതില്ല, കണക്ക് പ്രകാരം ആകാശത്തിൽ ഉണ്ടായാൽ മതി, ചന്ദ്രപ്പിറവി ഉണ്ടായാൽ മതി, ഹിലാല് ദർശിക്കേണ്ടതില്ല എന്ന കാഴ്ചപ്പാടുള്ള ആളുകളും. അത് എവിടെയെങ്കിലും ഒന്ന് കണ്ടാൽ മതി ലോകത്ത്, എങ്കിൽ ലോകത്തുള്ള മുസ്ലിങ്ങൾക്ക് ഒന്നിച്ചു സ്വീകരിക്കാം എന്ന കാഴ്ചപ്പാടുള്ള ആളുകൾ. തെളിവുകൾ നമ്മുടെ മുൻപിലേക്ക് നിരത്തി വെക്കുന്നതും ശരിയോട് ഏറ്റവും യോജിച്ചതെന്ന് സ്വീകരിക്കപ്പെടാവുന്ന അഭിപ്രായം. ഓരോ വ്യക്തികളും ജീവിക്കുന്ന പ്രദേശങ്ങളിൽ, ആ പ്രദേശങ്ങളിലുള്ള കാഴ്ചയും അതിന് അംഗീകരിക്കാവുന്ന, പരിഗണിക്കാവുന്ന ഭൂപ്രദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പരിഗണിക്കലുമാണ്. ഒരു പ്രദേശത്ത് ഇസ്ലാമികമായ ഭരണം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു രാജാവിന്റെ കീഴിൽ വിപുലമായ ഒരു രാജപരിധിയിൽ ഒരു പ്രദേശത്ത് കണ്ട് രാജാവ് അത് ഉത്തരവിട്ടാൽ, ഭരണകൂടം ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ രാജ്യത്തിലെ എല്ലാ ആളുകൾക്കും സ്വീകരിക്കാവും. അത്തരമൊരു സംവിധാനം നിലനിൽക്കാത്ത ഒരു ഭൂപ്രദേശത്ത് ജീവിക്കുമ്പോൾ പരമാവധി ആ ഒരു മേഖലയിലേക്ക് യോജിപ്പിലെത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. റസൂലുള്ളാഹിയുടെ വാക്കുകളെ നമ്മൾ ഗൗരവത്തോടു കൂടി പരിഗണിക്കും. റസൂലുള്ളാഹി പറഞ്ഞത്, ലാ തസൂമു ഹത്താ തറവുൽ ഹിലാൽ വലാ തുഫ്തിറു ഹത്താ തറവുൽ ഹിലാൽ, ഹിലാൽ കാണാതെ നിങ്ങൾ നോമ്പ് ആരംഭിക്കരുത്, ഹിലാൽ കാണാതെ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യരുത്. ഫൈൻ വബിയ അലൈക്കും ഫഅദു 30, ചക്രവാളത്തിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചന്ദ്രപ്പിറവി തെളിയാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ശഅബാനിനെ 30 കണക്കാക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിൽ ആ ഒരു ശ്രദ്ധ നമ്മൾ കാണിക്കേണ്ടതാണ്. ഓരോ മാസത്തിലും ഹിലാലിനെ ദർശിക്കാൻ പരിശ്രമിക്കുക എന്ന ഉമ്മത്തിന്റെ ബാധ്യതയിൽപ്പെട്ടത്. ഏതെങ്കിലും കുറച്ച് ആൾക്കാര് കോഴിക്കോടോ കാപ്പാടോ കൂട്ടായോ കടപ്പുറത്ത് പോയി നിൽക്കുക എന്നുള്ളതല്ല. കടപ്പുറത്തേക്ക് പോകുന്നത് മരങ്ങളുടെയോ മറ്റൊക്കെ തടസ്സമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുറന്ന ചക്രവാളം ലഭ്യമാകുന്നു കടപ്പുറത്ത് എന്നുള്ളത് മാത്രം. ഏത് പ്രദേശത്ത് ആര് ജീവിക്കുന്നെങ്കിലും അവനൊക്കെ ആകാശത്തേക്ക് ആ സമയമായാലൊന്ന് നോക്കുക എന്നത് ഒരു ബാധ്യതയായി നമ്മൾ പരിഗണിക്കപ്പെടേണ്ടതാണ്. ആരെങ്കിലും കണ്ടാലും
അത് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ മെസ്സേജ് വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കലല്ല ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് കാണാതെ വ്യക്തമായി മാസപ്പിറവി ദൃശ്യമായിട്ടുണ്ട് എന്ന അറിയിപ്പ് ലഭിക്കാതെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി വസുവാസിന് വേണ്ടി നേരത്തെ നോമ്പ് ആരംഭിക്കുക എന്നത് ഒരിക്കലും ഒരു മുസ്ലിമിന്റെ ഭാഗത്തു നിന്ന് സംഭവിക്കുവാൻ പാടില്ലാത്ത കാര്യമാണ്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ലാ തുഖദ്ദിമു ശഹർ ഹത്താ തറഉൽ ഹിലാല ഔ തുകമ്മിലുൽ ഇദ്ദ. അത് ഹിലാലിനെ കാണാതെ അല്ലെങ്കിൽ അതിന്റെ എണ്ണം പൂർത്തിയാവാതെ നിങ്ങൾ നോമ്പ് മാസത്തെ നേരത്തെ ആരംഭിക്കാൻ പാടില്ല എന്ന്, നേരത്തെ എണ്ണി കണക്കാക്കാൻ പാടില്ല. റമദാനിന് മാത്രമല്ല, ഏതു മാസമായിരുന്നാലും അങ്ങനെയുള്ള ഒരു എണ്ണിക്കണക്കാക്കൽ സ്വഭാവം ഉണ്ടാവരുത്. ഒരു സംശയ ദിവസം കണ്ടോ കണ്ടില്ലേ, ഒരു ഡൗട്ട്, ആ ഒരു ദിവസത്തിൽ നോമ്പെടുക്കുന്നതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞത്, മൻ സാമൽ യൗം അല്ലദീ യുശക്കു ഫീഹി, ശക്കിന്റെ ദിവസത്തിൽ നോമ്പെടുത്തവൻ ഫഖദ് അസാ അബുൽ ഖാസിം, അബുൽ ഖാസിമിനോട് ധിക്കാരം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന്. അബുൽ ഖാസിം അല്ലാഹുവിന്റെ റസൂലിന്റെ അപരനാമമാണ്. റസൂലുള്ളാഹിയുടെ വിളിപ്പേര് അബുൽ ഖാസിം. റസൂലുള്ളാഹിയോട് എതിർ പ്രവർത്തിച്ചു, അവൻ ധിക്കാരം പ്രവർത്തിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞതായി കാണാം ഹദീസിൽ, ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്ന ഹദീസ്, ലാ യതഖദ്ദമന്ന അഹദുകും റമളാന ബിസൗമി യൗമിൻ ഔ യൗമൈൻ. റമളാനിൽ നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം മുൻപ് നിങ്ങൾ നോമ്പ് ആരംഭിക്കാൻ പാടില്ല. റമളാൻ മാസപ്പിറവി ദൃശ്യമായി എന്ന് ഉറപ്പാണ് എന്റെ മുൻപ്, അവിടെ ദൃശ്യം ആവണമെങ്കിൽ ആയിക്കോട്ടെ, തുടങ്ങണമെങ്കിൽ തുടങ്ങിക്കോട്ടെ. സൂക്ഷ്മത, നേരത്തെ 2-3 ദിവസം ഇവിടെ തുടങ്ങിയാൽ എന്തായിരുന്നാലും ഒന്നങ്ങോട്ട് കിട്ടും എന്ന നിലയ്ക്ക് ചെയ്യാൻ പാടുള്ളതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചത് ഇമാം ബുഖാരി രേഖപ്പെടുന്നത് സ്വഹാബിമാർ, പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. സാക്ഷിത്വത്തിൽ പോലും ഇളവ് നൽകപ്പെട്ട വിഷയമാണ് ഹിലാലിന്റെ വിഷയം. ഇസ്ലാം എല്ലാ മേഖലകളിലും 2 സാക്ഷികൾ വേണം. നിക്കാഹിന് 2 സാക്ഷി, ത്വലാഖിന് 2 സാക്ഷി വേണം. കടം കൊടുക്കുന്നിടത്തും മറ്റുള്ള ഇടപാട് നടത്തുന്നിടത്തൊക്കെ 2 സാക്ഷി, എല്ലായിടത്തും 2 എണ്ണം. ഹിലാലിന് വേണ്ടേ? ഹിലാലിനും വേണം 2 സാക്ഷി. ഷഹീദ ഷാഹിദാനി മുസ്ലിമാൻ എന്ന ഹദീസിൽ പറഞ്ഞത് മുസ്ലിങ്ങളായ 2 സാക്ഷികൾ വേണം. പക്ഷേ സാക്ഷി വിശ്വസ്തനാണെങ്കിൽ ഒരാളുണ്ടായാലും മാസപ്പിറവി അംഗീകരിക്കാമെന്ന്. എല്ലാവർക്കും 2 ആൾക്കോ 3 ആൾക്കോ ഒരേ സമയം ചിലപ്പം ദൃശ്യമായിക്കൊള്ളുന്നില്ല. ഒരാൾ മാത്രം കണ്ടു എന്നതിന്റെ പേരിൽ നോമ്പ് ആരംഭിക്കുന്നത് തടയപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ജാഅ അറാബി ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഒരു അറാബി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇന്നി റഅയ്തുൽ ഹിലാൽ, ഞാൻ മാസപ്പിറവി കണ്ടിട്ടുണ്ട്. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, അത്തശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്നി റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ, സാക്ഷ്യപ്പെടുത്തുന്നു, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് നീ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടോ? ഖാല നഅം, അദ്ദേഹം പറഞ്ഞു ഉണ്ട്. അദ്ദേഹത്തിന്റെ ഷഹാദത്ത് പുതുക്കുകയാണ് അവിടെ വെച്ച്. ആ ഷഹാദത്ത് പുതുക്കിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, യാ ബിലാൽ, ബിലാലേ നാദി ഫിന്നാസ്, ജനങ്ങൾക്കിടയിൽ വിളംബരം നടത്തണം, അനൗൺസ്മെന്റ് നടത്തണം. ഫൽ യസൂമു ഗദാ, നാളെ എല്ലാവരും നോമ്പെടുക്കണമെന്ന് ജനങ്ങൾക്കിടയിൽ അറിയിക്കണമെന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി അറിയിക്കുകയും. അതുകൊണ്ട് ആ വിഷയത്തിന്റെ ഗൗരവത്തെയും പ്രാധാന്യത്തെയും മനസ്സിലാക്കുക. വിശ്വസ്തനായ ഏകസാക്ഷിയെ സ്വീകരിച്ചുകൊണ്ട് മാസപ്പിറവി ആരംഭിക്കാവുന്ന. മാസം കണ്ടു കഴിഞ്ഞാൽ, ഹിലാലിനെ കണ്ടാൽ പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹിൽഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം വറബ്ബി വറബ്ബുക്കല്ലാഹ്. അറിയാത്ത ആളുകളൊക്കെ ദുആക്കാൻ മിമ്പറിന്റെ മുകളിൽ നിന്ന് പറയുമ്പോൾ കേട്ടുപോകല്ല, പഠിക്കുക. ആ കൊല്ലത്തിൽ 12 തവണ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ഹിലാലിനെ നോക്കിക്കൊണ്ട്, ആ ഹിലാലിനെ ഉദിപ്പിച്ച നാഥനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട്, നിർഭയത്വത്തിന്റെ, സമാധാനത്തിന്റെ ഇസ്ലാം ഞങ്ങളിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന അറിയാത്ത ആളുകളൊക്കെ പഠിക്കുകയും ഈ ഒരു റമദാൻ മുതലെങ്കിലും അതൊരു ശീലമില്ല, മാസപ്പിറവിയുടെ ദുആ ജീവിതത്തിൽ ശീലമില്ലാത്ത ആളുകൾ നല്ല നല്ല ശീലങ്ങൾ ആരംഭിക്കേണ്ട സമയത്തിലാണ് നമ്മൾ ഒരു ശീലമാക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. നോമ്പ് സ്വീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക ശരീഅത്തിന്റെ ഭാഗമായി കൊണ്ട് ഷർത്തുകൾ, നിബന്ധനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, മുസ്ലിം ആയിരിക്കണം എന്നുള്ളത്.
2 ബുദ്ധിയുള്ളവനായിരിക്കണം. 3 അവന് രാത്രിയിൽ തന്നെ നിയ്യത്തുണ്ടാവണം എന്നുള്ളത്. 4 സ്ത്രീകൾ അവരുടെ തടസ്സങ്ങളിൽ നിന്ന്, ഹൈദ്, നിഫാസ് പോലെയുള്ള അവരുടെ തടസ്സങ്ങളിൽ നിന്ന് അവർ മുക്തരായിരിക്കണം. ഈ 4 കാര്യങ്ങൾ ഇല്ലാതെ ആരെങ്കിലും ഒരാൾ നോമ്പെടുത്താൽ ആ നോമ്പ് അവനിൽ നിന്ന് സ്വീകരിക്കുകയും, മുസ്ലിം അല്ലാത്തവൻ എടുക്കുന്ന നോമ്പ്, ബുദ്ധിയില്ലാത്തവൻ നോമ്പെടുത്താൽ, ബുദ്ധിയില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ റെക്കോർഡിനെ സംബന്ധിച്ച് പേന ഉയർത്തപ്പെട്ടതാണ്. അവനൊരു നിയമവും ബാധകല്ല. അവനൊന്നുമില്ലെങ്കിലും റബ്ബിന്റെ അടുക്കൽ ശിക്ഷയ്ക്ക് വിധേയനല്ല അവൻ. സ്ത്രീകൾ, ഹൈലുകാരി, നിഫാസുകാരി നോമ്പെടുത്താൽ ആ നോമ്പിനെ സ്വീകരിക്കപ്പെടുകയില്ല, നോമ്പെടുക്കേണ്ട ആവശ്യം. എന്നാൽ നോമ്പ് നിർബന്ധമാകാനുള്ള ഷർത്തുകൾ അതിൽ 3 കൂടി ചേർത്തിക്കൊണ്ട് മതം പഠിപ്പിച്ചിട്ടുണ്ട്. 1, നോമ്പെടുക്കാനുള്ള ആരോഗ്യശേഷി ഉണ്ടാവുക, നല്ല രോഗാവസ്ഥ ഇല്ലാതിരിക്കും. എന്നാൽ രോഗാവസ്ഥയിൽ ഉള്ളവൻ നോമ്പെടുത്താലോ നോമ്പ് സ്വീകരിക്കപ്പെടും. യാത്രക്കാരൻ അല്ലാതിരിക്കുക, യാത്രക്കാരൻ നോമ്പ് നിർബന്ധമല്ല, എന്നാൽ യാത്രക്കാരൻ നോമ്പെടുത്താലോ ആ നോമ്പ് സ്വീകരിക്കപ്പെടുമെന്ന്. 2 ഷർത്തുകൾ തമ്മിൽ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. 1 നോമ്പ് നിർബന്ധമാകാനുള്ള ഷർത്താണ്, 1 റബ്ബ് നോമ്പ് സ്വീകരിക്കുവാനുള്ള ഷർത്താണ്. അതുപോലെ തന്നെ പ്രായപൂർത്തിയാവുക എന്നുള്ളത്. പ്രായപൂർത്തിയാകാത്ത ഒരാൾ നോമ്പെടുത്താൽ നോമ്പ് സ്വീകരിക്കും. യാത്രക്കാരനായ ഒരു വ്യക്തി നോമ്പെടുത്താൽ നോമ്പ് സ്വീകരിക്കും. രോഗിയായ വ്യക്തി നോമ്പെടുത്താൽ നോമ്പ് സ്വീകരിക്കും. എന്നാൽ മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തി നോമ്പെടുത്താൽ ആ നോമ്പ് സ്വീകരിക്കപ്പെടുന്നതല്ല. റബ്ബിന് അത്തരം നോമ്പിന്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. കൂട്ടത്തിൽ സുപ്രധാനമാണ് നോമ്പിന്റെ നിയ്യത്ത് എന്ന് പറയുന്നത്. നോമ്പ് മാത്രമല്ല, ഇസ്ലാമിലെ മുഴുവൻ കർമ്മങ്ങളും ഒരു വ്യക്തിയിൽ നിന്ന് റബ്ബ് സ്വീകരിക്കപ്പെടുന്നത് അവന്റെ മനസ്സിന്റെ, ഉദ്ദേശത്തിന്റെ, നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ നിയ്യത്ത്, 1 നിയ്യത്ത് ഉണ്ടാവണം. വെറുതെ പള്ളിക്കൽ കൊണ്ട് കയറി വരാണ് കയ്യിട്ട. അവൻ എന്തിനാ കയ്യെട്ടിയത്? തഹിയ്യത്ത് നിസ്കരിക്കാനാ? അതെ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കാനാ? അതെ ഫർള് നിസ്കരിക്കാനാ? അതെ മയ്യത്ത് നിസ്കരിക്കാനാ? പള്ളിക്ക് വന്ന ഒരു മയ്യത്തുണ്ട്. എന്തിനാ കയ്യെട്ടിയത്? അവന് ബോധം ഉണ്ടാവണം, അറിവുണ്ടാവണം, അവന്റെ മനസ്സിലുണ്ടാവണം. മഹലു നിയ്യത്തി ഖൽബുൻ. പണ്ഡിതന്മാര് പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഖൽബിനകത്ത് നിയ്യത്തുണ്ട്. നോമ്പിന് നേരം പുലരുന്നതിന്റെ മുൻപ് ഞാൻ നാളെ നോമ്പുകാരനായിരിക്കും എന്നുള്ള ഒരു നിയ്യത്ത്. അത് ഫർളായ നോമ്പാണെങ്കിൽ അങ്ങനത്തെ നിയ്യത്ത് ഉണ്ടാവണം. അത് സുന്നത്തായ നോമ്പാണെങ്കിൽ അങ്ങനത്തെ നിയ്യത്ത് ഉണ്ടാവണം. ഫറളായ നോമ്പ് നഷ്ടപ്പെട്ടത് നോറ്റ് വീട്ടലാണെങ്കിൽ ആ ഒരു നിയ്യത്ത് ഉണ്ടാവണം. അത് ശവ്വാലിന്റെ ആദ്യ ദിവസങ്ങളിലെ 6 ദിവസത്തെ നോമ്പാണെങ്കിൽ ആ ഒരു നിയ്യത്ത്. എന്താണോ അവൻ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിച്ചതിനനുസരിച്ചാണ് അവന് പ്രതിഫലം നൽകപ്പെടുന്നത്. ഓരോരുത്തർക്കും അവനവൻ ഉദ്ദേശിച്ചത് എന്തോ അത് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. സൂര്യോദയത്തിനു മുൻപ് നിയ്യത്ത് കരുതാത്തവൻ ലാ സിയാമ ലിമൻ ലം യുജ്മഅ ഖബ്ല അൽ ഫജ്ർ, ഫജ്റിനു മുൻപ് നോമ്പിനെ കരുതാത്തവന് നോമ്പില്ല എന്ന് റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട പത്നി ഹഫ്സ ബിൻത് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നോമ്പിന്റെ നിബന്ധനകൾപ്പെട്ടതാണ് യാത്രക്കാരും നോമ്പും എന്നുള്ളത്. എല്ലാവർക്കും സംശയ ഏത് തരം യാത്രയാണെന്ന്. അന്നത്തെ യാത്ര, റസൂലുള്ള യാത്ര എന്ന് പറയുമ്പോൾ അത് നടന്ന യാത്ര, കഴുതപ്പുറത്തെ യാത്ര, ഒട്ടകപ്പുറത്തുള്ള യാത്രയും. ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ബൈക്കിലുള്ള യാത്രയും കാറിലുള്ള യാത്രയും ഫ്ലൈറ്റിലുള്ള യാത്രയും. യാത്ര, രോഗം, ഈ 2 കാര്യങ്ങൾ അത് നിർവഹിക്കുന്നത് തന്റെ നോമ്പിന് ഒരുപാട് പ്രയാസകരമാകുന്നു. നോമ്പെടുക്കുകയും യാത്ര ചെയ്യുകയും ചെയ്താൽ തന്റെ യാത്ര ദീർഘമാണ്, പ്രയാസകരമായ, സമയത്ത് ഭക്ഷണം കിട്ടാത്തതാണ്, സമയത്ത് നമസ്കാര സൗകര്യങ്ങളില്ലാത്ത ഇത്തരത്തിലുള്ള 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രെയിൻ യാത്ര പോലെയുള്ള യാത്രകൾ നിർവഹിക്കും. ഒരാൾ രോഗിയാണ്, അയാൾക്ക് മരുന്ന് കഴിക്കേണ്ട അത്യാവശ്യമുണ്ട്. അയാൾ നോമ്പെടുക്കാതിരിക്കലാണ് ഉത്തമം. അയാൾ അയാളുടെ യാത്ര പൂർത്തിയാക്കുക. എന്നിട്ട് പൂർത്തിയായി വന്നതിന് ശേഷം അയാൾ സ്വസ്ഥമായിരിക്കുന്ന ദിവസം മറ്റൊരു ദിവസം നോമ്പെടുത്താൽ മതി. ഖണ്ഡിതമായി, വളരെ വ്യക്തമായി സൂറത്തുൽ ബഖറയുടെ 185-ാമത്തെ ആയത്തിൽ റബ്ബ് പഠിപ്പിച്ച വിഷയമാണ്. ഇനി ഒരാള് യാത്ര ചെയ്യുന്നു, പക്ഷെ വലിയ ബുദ്ധിമുട്ടൊന്നും അയാൾക്കില്ല. ചെറിയ രോഗമുണ്ട്, ഒരു ചെറിയ ജലദോഷമുണ്ട്, ചെറിയൊരു പനിയുണ്ട്. നോമ്പെടുത്തു എന്ന് വിചാരിച്ച് വലിയ തടസ്സവും പ്രയാസവും ഒന്നുമില്ല. അയാൾക്ക് നോമ്പ് എടുക്കാനും നോമ്പ് എടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അയാൾക്ക് തീരുമാനിക്കാം ഞാൻ എന്താ ചെയ്യേണ്ടത്. നോമ്പെടുക്കുന്നത് മുഖേന യാത്രയിൽ പിന്നെ വല്ല പ്രയാസവും നേരിടാനുള്ള സാധ്യതകളുണ്ടോ?
എന്നൊക്കെ അയാൾക്ക് ആലോചിക്കാവുന്നതാണ്. ഖുർആൻ നേർക്ക് നേരെ രോഗിയാണോ യാത്രക്കാരനാണോ മറ്റൊരു ദിവസം നോമ്പെടുത്താൽ മതി എന്ന വളരെ വ്യക്തമായ നിർദ്ദേശമുണ്ടായിരിക്കെ അയാളുടെ വിഷയത്തിൽ മറ്റൊരാൾ തീരുമാനവും ഫത്വവും പറയാൻ പാടില്ല. അയാളുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാം, വേണമെങ്കിൽ ഒഴിവാക്കി മറ്റൊരു ദിവസം ചെയ്യാം. അല്ല, തന്റെ ചെറിയ പ്രയാസത്തെ, തന്റെ യാത്രയെ, ആ ഒരു പ്രശ്നത്തെ മറികടന്നുകൊണ്ട് അയാൾക്ക് നോമ്പ് നിർവഹിക്കാവുന്നതാണ്. ഇനി അയാളുടെ യാത്രയും രോഗമൊന്നും നോമ്പിന് ഒരു തടസ്സമല്ല. 1 മണിക്കൂർ 1/2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഫ്ലൈറ്റ് യാത്ര, അവിടെ അയാൾ നോമ്പെടുക്കലിനാണ് മുൻഗണന നൽകേണ്ടത്. അതുകൊണ്ട് യാത്രക്കാരന് നോമ്പ് നിർബന്ധമല്ല എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലുള്ള യാത്രയാണ് എന്ന് ആലോചിച്ച് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥയും ഉണ്ടാകേണ്ടതില്ല. താൻ ഏത് അവസ്ഥയിൽ നിലകൊള്ളുന്നു എന്ന് സ്വയം ചിന്തിക്കുകയും അത് നോമ്പുമായി ബന്ധപ്പെടുത്തുകയും ആ നോമ്പെടുക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമോ പ്രയാസമോ ക്ലേശമൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുകൊണ്ട് തനിക്ക് നോമ്പ് സ്വീകരിക്കാനും നോമ്പ് മാറ്റിവെക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവസ്ഥയുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതേ രൂപത്തിൽ തന്നെയാണ് ഗർഭിണികളായ മുലയൂട്ടുന്ന മാതാക്കളുടെ ഉമ്മമാരുടെ അവസ്ഥയും. ഒരു സ്ത്രീ ഗർഭിണിയാണ്, നല്ല ആരോഗ്യമുള്ള ആളാണ്, താൻ നോമ്പെടുത്താൽ ഒരു പ്രയാസം ഉണ്ടാവില്ല എന്ന് തോന്നുന്നവരാൾ അയാൾക്ക് നോമ്പെടുക്കാവുന്നത്. എന്നാൽ താൻ നോമ്പെടുക്കുന്നത് മുഖേന തനിക്കോ തന്റെ കുഞ്ഞിനോ അതൊരു പ്രയാസകരമായി തീരും എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർക്ക് നോമ്പ് മാറ്റിവെക്കുകയും നോമ്പ് മറ്റൊരു ദിവസം അവർക്ക് നിർവഹിക്കുകയും ചെയ്യാം. മുലയൂട്ടുന്ന ഒരു ഉമ്മ, ആ ഉമ്മക്കും ഇതേ അവസ്ഥ, ഒരു നിലപാട് സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെയൊക്കെ മാറ്റിവെക്കുന്ന ആളുകൾ യാത്രക്കാരായ പുരുഷന്മാരായിരുന്നാലും ശരി, ഹൈദിന്റെയും നിഫാസിന്റെയും മുലയൂട്ടലിന്റെയും ഗർഭധാരണത്തിന്റെയും കാലഘട്ടങ്ങളിൽ നോമ്പ് മാറ്റി വെക്കുന്ന സ്ത്രീ സഹോദരിമാരായിരുന്നാലും ശരി, അത് നീട്ടിവെച്ച് അടുത്ത കൊല്ലത്തെ ശഅബാൻ വരെ നീണ്ടു നിൽക്കുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടത്. പരമാവധി നേരത്തെ കഴിയുമെങ്കിൽ ശവ്വാലിലോ അടുത്ത ദുൽഖഅദിലും ദുൽഹജ്ജിലുമായി ഒക്കെ ആയിക്കൊണ്ട് ഒരു തിങ്കളും വ്യാഴൊക്കെ ആയി അതിങ്ങോട്ട് എടുത്ത് ഒരു 6 7 ഒക്കെ നോമ്പ്. ഗർഭിണികളാണെങ്കിൽ ചിലപ്പോൾ 30 നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അവരെ പ്രസവം കഴിഞ്ഞ് അവര് ശുദ്ധിയായി കഴിഞ്ഞാൽ ആഴ്ചയിൽ 1 2 ഒക്കെ എടുത്ത് പരമാവധി വേഗതയിൽ അത് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ എന്തെങ്കിലും കാരണവശാൽ നോമ്പ് നിർബന്ധമായ വ്യക്തികൾ നോമ്പ് മാറ്റിവെക്കുകയും രോഗം കൊണ്ട് മാറ്റിവെച്ചു, റമദാൻ കഴിഞ്ഞ് ശവ്വാല് കഴിഞ്ഞ് ദുൽഖഅദിൽ ആളങ്ങ് മരിച്ചു. ആണാവട്ടെ പെണ്ണാവട്ടെ, പ്രായമുള്ളവരാവട്ടെ രോഗികളാവട്ടെ, ആരോ ആയിക്കോട്ടെ, നോമ്പിൽ ജീവിച്ചു. നോമ്പ് നിർബന്ധമായിരുന്നു. ആ നോമ്പിൽ നോമ്പ് എടുത്തില്ല, പല അനുവദനീയമായ കാരണങ്ങളാൽ മാറ്റിവെച്ച് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ നോമ്പ് എടുത്ത് പൂർത്തീകരിക്കുക എന്നുള്ളത് അനന്തരാവകാശികളുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. വാപ്പയാണ് മരിച്ചതെങ്കിൽ മക്കള് മരിച്ച വാപ്പയും ഉമ്മയും മാതാപിതാക്കളും, ഭാര്യ മരിച്ചാൽ ഭർത്താവിനോ ഭർത്താവിന്റെ നോമ്പ് ഭാര്യക്കോ ഒക്കെ പരസ്പരം അനന്തരം സ്വത്ത് പൈസ ഇങ്ങോട്ട് അനന്തരായിട്ട് എടുക്കുന്ന ആളുകൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ട ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യതകളുടെ കൂട്ടത്തിൽ പല ബാധ്യതകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാകുന്നു അവരുടെ നിർബന്ധമായ നോമ്പുകളെ പൂർത്തീകരിച്ചു കൊടുക്കുക എന്നുള്ളത്. നോമ്പ് കാലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഒരു സാധാരണ ജീവിതം പോലെ ആയി മാറരുത്. കേവലം വയറ് പട്ടിണി കിടക്കുന്ന ഒരവസ്ഥ, അതിന്റെ അപ്പുറത്തേക്ക് കണ്ണിനും കാതിനും നാവിനും ഒക്കെ നോമ്പുള്ള ഒരു പൂർണ്ണമായ, പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് വീണ്ടും ആവർത്തിച്ച് പദപ്രയോഗങ്ങളൊന്നും നടത്തുന്നില്ല. ജീവിതത്തിൽ ഞാൻ വസൂയത്ത് ചെയ്യുക, പ്രത്യേകമായി ജീവിതത്തിൽ ശീലമില്ലാത്ത നന്മകളൊക്കെ ഒന്ന് തുടങ്ങാൻ ഈ നോമ്പിനെ ഒരു നിമിത്തമാക്കി മാറ്റേണ്ടത്. ജമാഅത്ത് നമസ്കാരം ശീലമില്ലാത്ത ആളുകൾ മെമ്പറിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പറയും, പക്ഷെ എങ്ങനെയാണോ ഇന്നലെ അങ്ങനെ തന്നെ ഇന്നും അങ്ങനെയാണ് മൃഗങ്ങള്. മനുഷ്യരങ്ങനെ ആകരുത്. ബുദ്ധിയുള്ള ആളുകൾ, ചിന്തിക്കുന്ന മനുഷ്യന്മാർ. മൃഗങ്ങൾ എങ്ങനെയാണോ ഇന്നലെ അങ്ങനെ തന്നെയാണ്, ഒരു മിഞ്ഞാന്നും അങ്ങനെയായിരുന്നു, നാളെ അങ്ങനെ തന്നെ ആവും. പക്ഷെ മനുഷ്യർ അങ്ങനെ ആകാൻ പാടില്ല. ജമാഅത്ത് നമസ്കാരം ശീലമില്ലാത്ത ആളുകൾ ഒന്ന് തുടങ്ങുക. ഈ റമദാൻ കൊണ്ടെങ്കിലും എനിക്കൊന്ന് മാറണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹവുമായി പരിശുദ്ധമായ റമദാനിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആന്റെ പാരായണം ജീവിതത്തിൽ ശീലമില്ലാത്ത ആള് നോമ്പായൊക്കെ തുറക്കും നടക്കും, എന്നിട്ടാണ് സ്പീഡിലൊക്കെ കണ്ട് ഓതി തുടങ്ങും, 10 ജുസുവൊക്കെ കണ്ട് എത്തും, പിന്നെ അവിടെ സ്പീഡ് കുറയും. പിന്നെ അവസാനത്തെ 10 ആകുമ്പോ പർച്ചേസും തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയാണ് പോകും.
കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പഴയമായി ഒരു പേജോ 2 പേജോ ഒക്കെ, ഒരുപാടൊന്നും വേണ്ട, എടുത്ത് മറിക്കൊന്നും വേണ്ട, തല മറിച്ചൊന്നും വലിയ അങ്ങനൊന്നും ആരും കൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ആരും ബുദ്ധിമുട്ടുണ്ടാവും. ഈമാൻ ഉറപ്പിക്കാം, എന്നിട്ടൊരു ചെറിയ അളവിലുള്ള കർമ്മം കൊണ്ട് ഇങ്ങനെ ശീലിച്ച് ഇങ്ങനെ പോവുക. ഒരു 15 മിനിറ്റ് വിശുദ്ധ ഖുർആന്റെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാല് 5 പേജിന്റെ 5 അപ്പുറോ 2 പുറോ അര ജുസോ ഓതാൻ 10-15 മിനിറ്റ്, വെറും 15 മിനിറ്റ്. അതും ശീലമില്ലാത്ത ആളുകള്, സുബൈക്കൊന്നും പള്ളിയിലേക്ക് വരാത്ത ആൾക്കാർ അങ്ങനെ അടിച്ചാർത്ത് പള്ളി തിരക്ക് കൂടിയിട്ട് വരും. അവിടെ തന്നെ ഒന്ന് ഇരിക്കും ഒരു 10-15 മിനിറ്റ്. ഇന്നലെ നിസ്കാരത്തിന്റെ ശേഷം അസ്തഗ്ഫിറുല്ലാഹ് പോലും പറഞ്ഞു ശീലമില്ലാത്ത മനുഷ്യന്മാര് ഒന്ന് ശീലാക്കുക, അദ്കാറുകളൊക്കെ ഒന്ന് ശീലാക്കുക, ഖുർആൻ പാരായണം ഒന്ന് ശീലമാക്കുക. റവാത്തിബ് സുന്നത്തുകള് 12 റക്അത്ത് ഒരു ദിവസം രാവും പകലുമായി നമസ്കരിച്ചവന് ബുനിയ ലഹു ബൈത്തുൻ ഫിൽ ജന്ന, അവന് സ്വർഗത്തിൽ ഞാനൊരു ഭവനം തയ്യാറാക്കി വെക്കും, അവന് ഒരുക്കി കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പത്നി ഉമ്മ ഹബീബ റളിയല്ലാഹു തആല അൻഹയെ അത് പഠിപ്പിച്ചത്. ഉമ്മ ഹബീബ റളിയല്ലാഹു തആല അൻഹ ആ ഹദീസ് തന്റെ സഹോദരൻ അംബസക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ഒരു വാചകം കൂടി എന്റെ കൂടെ ചേർത്ത് പറയുന്നുണ്ട്. മുൻദു സമീഅതുഹുന്ന മാ തറക്തുഹുന്ന മുൻദു സമീഅതുഹുന്ന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നിന്ന് ഈ വാചകം ഞാൻ കേട്ടതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഈ 12 റക്അത്ത് നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. ഇതെന്തിനാ ഇവിടെ നിന്നിട്ട് പറയുന്നത്? കേൾക്കാൻ, അറിയാൻ, മാറ്റങ്ങൾ ഉണ്ടാവാൻ. അതുകൊണ്ട് ഒന്ന് റിക്വസ്റ്റിന്റെ പദപ്രയോഗം മിമ്പറിൽ നടത്തേണ്ട ആവശ്യമല്ല, ഇവിടുന്ന് നടത്തേണ്ടത് വാണിംഗ് ആണ്. പക്ഷെ എന്റെ സഹോദരങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാം, ഒന്ന് എഴുതി വെക്കുക. ഈ ഒരു നോമ്പുണ്ട് എന്റെ ജീവിതത്തിൽ എന്തൊക്കെ പുതിയത് കയറി വരും, ഒരു പ്ലാനിങ്, ഒരു കൃത്യമായ ഒരു കാഴ്ചപ്പാട് നമ്മിൽ ഉണ്ടാകും. എന്തൊക്കെയാണ് എന്റെ പ്രശ്നങ്ങൾ, പോരായ്മകൾ എന്തൊക്കെയാണ് അറിയലുണ്ടാവും. തുറന്നു കഴിഞ്ഞാൽ ആവശ്യത്തിന് അനാവശ്യത്തിനും കച്ചവടത്തിനും അവിടെ ഇവിടെ ഇങ്ങനെ കളവ് ഇങ്ങനെ ഫിറ്റ് ചെയ്തു. ഈ നോമ്പ് തൊട്ട് ഞാനത് അവസാനിപ്പിക്കും. മൊബൈൽ ഫോൺ കൊണ്ട് വല്ല ഷെറുണ്ടോ? ഇങ്ങനെ പെരയിലിരിക്കുമ്പോ റൂമിലിരിക്കുമ്പോ വൈഫ് ഉറക്കം പിടിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പോവല്ലോ. ഇല്ല, ഈ നോമ്പോട് കൂടി ഞാനത് അവസാനിപ്പിച്ചു. അവനവനിൽ ഇല്ലാത്ത നന്മയും അവനവനിലുള്ള തിന്മയൊക്കെ എഴുതുക. എന്നിട്ട് ഒരു മാറ്റത്തിന് വേണ്ടി ഒരുങ്ങുക. തൗഫീഖിന് വേണ്ടി റബ്ബിനോട് ഇങ്ങനെ കൈ നീട്ടി നോമ്പ് ഫുള്ള് ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ റഹ്മത്ത് തുറന്നു വിടപ്പെടുന്ന മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. റബ്ബിന്റെ ഭാഗത്ത് നിന്ന് അവന്റെ അടിമകൾക്ക് സഹായം ഉണ്ടാകും. എന്ത് ചോദിച്ചത് കിട്ടും. ബദർ നടന്നു, റമദാനിലായിരുന്നു, കയ്യും നീട്ടി ചോദിച്ചു. അല്ലാഹു ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറക്കിയിട്ട് പ്രവാചകന്റെ സ്വഹാബത്തിനെ സഹായിച്ചു. വലിയ സഹായം റബ്ബിന്റെ അടുത്ത് നിന്നുണ്ടാവും. പ്രതീക്ഷയാണ് വേണ്ടത്, വലിയ റജാഅ്. അള്ളാഹുവെ സംബന്ധിച്ചുള്ള ശക്തമായ ഈമാൻ, റബ്ബ് സഹായിക്കുമെന്നുള്ള ഈമാൻ, തൗഫീഖിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന നിരന്തരമായി ഉണ്ടാവേണ്ടതാണ്. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നമുക്കറിയാം, തീറ്റയും കൂടിയൊക്കെ ചിലപ്പോ അറിയാതൊക്കെ തിന്നുപോകും, ഒരു കുഴപ്പമില്ല. റസൂലുള്ള പറഞ്ഞിട്ട് അറിയാതെ ആരെങ്കിലും തിന്നാല് അത് അള്ളയാണ് അവനെ തീറ്റിപ്പിച്ചത്, നോമ്പ് മുറിയില്ല. അത് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് ബേജാറായിട്ട് നടക്കേണ്ടത്. ചികിത്സയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കണം. ഭക്ഷണത്തിന് പകരമായ രക്തസ്വീകരണം, ഗ്ലൂക്കോസ് പോലെയുള്ള വസ്തുക്കൾ സ്വീകരിക്കും. അതല്ലാത്ത നിലയ്ക്ക് രോഗത്തിന് എന്തെങ്കിലും ഇഞ്ചക്ഷനൊക്കെ സ്വീകരിക്കേണ്ടി വന്നാൽ നോമ്പ് മുറിയുകയില്ല. ഈ ആ ഇഞ്ചക്ഷൻ അതങ്ങ് നോമ്പ് തുറന്നതിന് ശേഷത്തേക്ക് മാറ്റിവെക്കാൻ കഴിയുന്നതാണെങ്കിൽ അങ്ങനെ സ്വീകരിക്കുന്നത് അത് ഏറ്റവും ഉത്തമമാണ്. കണ്ണിൽ മരുന്നൊഴിച്ചാൽ രോഗം മുറിയില്ല, ചെവിയിൽ മരുന്നൊഴിച്ചാൽ രോഗം മുറിയില്ല, മൂക്കിൽ മരുന്നൊഴിച്ചാൽ 1 ഡ്രോപ്പ് 2 ഡ്രോപ്പ് ഒക്കെ ആണെങ്കിൽ നോമ്പ് മുറിയില്ല. അതിലധികം കൂടിയ തൊണ്ടയിൽ കൂടെ ഇറങ്ങും. ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കെ മൂക്ക് വെള്ളം കയറ്റി ചീറ്റാറുണ്ടായിരുന്നു. അത് മറ്റു സന്ദർഭങ്ങളിൽ ധാരാളം ചെയ്യാറുണ്ടായിരുന്നു. നോമ്പുകാലത്ത് മൂക്ക് വൃത്തിയാക്കിയിരുന്നു, പക്ഷെ വെള്ളത്തിന്റെ അളവ് കുറച്ചിരുന്നു. ആ കയറ്റുന്ന വെള്ളം നോമ്പല്ലാത്ത സമയത്ത് അല്പം അന്നനാളത്തിലൂടെ ഇറങ്ങിപ്പോയാലും കുഴപ്പമില്ല, നോമ്പുകാരനാണെങ്കിൽ ഇറങ്ങാൻ പാടില്ല. അതുകൊണ്ട് മൂക്കിലൂടെ മരുന്നൊഴിക്കുമ്പോൾ അതെന്ത് ചെയ്യണം, പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. വെറുതെ ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയില്ല. രാത്രി തിന്നത് ഓവറാകരുത്. തീറ്റയ്ക്ക് ഒന്ന് കൺട്രോൾ ചെയ്യുക, ബോഡി വെയിറ്റ് ഒക്കെ ഒന്ന് കുറയ്ക്കുക, കുടുംബത്തിന്റെ മന്ത്ലി ഫിനാൻസ് ബഡ്ജറ്റ് ഒക്കെ ഒന്ന് കുറയ്ക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണ്ട നോമ്പിൽ, എന്തെങ്കിലും ഒരു മാറ്റം. സ്ത്രീകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വെറും തിന്നാനുള്ളത് ഒരിക്കാനുള്ള സമയമായിക്കൊണ്ട് പരിശുദ്ധ റമദാനെ മാറ്റരുത്.
അവിടെ വിളമ്പി വെച്ച എണ്ണത്തിന്റെ വിഭവത്തിന്റെ എണ്ണം പറഞ്ഞ് തർക്കിക്കാനും തമ്മിൽ തെറ്റാനും വേണ്ടി നോമ്പ് പറ്റുമുണ്ട്. നോമ്പ് തുറക്കേണ്ട നേരത്തെ ഭാര്യനോടും ഉമ്മാനോടും സഹോദരിമാരോടും ശണ്ട കൂടുന്ന അവസ്ഥ ആണുങ്ങളുടെ അടുത്ത് ഉണ്ടാവരുത്. പരമാവധി ഈത്തപ്പഴം കൊണ്ട് കളിക്കുക. അത്താഴത്തിന് ഏറ്റവും നല്ല ബറക്കത്തുള്ള ഭക്ഷണം അത് തംറാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോമ്പ് നിറക്കാൻ റസൂലുള്ളാഹി ആദ്യം തെരഞ്ഞെടുത്തിരുന്നത് അത് ഈത്തപ്പഴമായിരുന്നു, റുത്തബായിരുന്നു, പഴുത്ത ഭാഗമായ ഈത്തപ്പഴം. അത് കിട്ടിയിട്ടില്ല എങ്കിൽ റസൂൽ തംർ ഉപയോഗിച്ചിരുന്നു. അതും കിട്ടിയിട്ടില്ലെങ്കിൽ റസൂൽ ഇല്ലാത്ത സമയത്ത് റസൂൽ വെള്ളം കൊണ്ട് നോമ്പറന്നിരുന്നു. ആ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഒന്ന് മര്യാദ ഉള്ളവരാവുക. ഈ കമ്മിറ്റി എല്ലാ കമ്മിറ്റിക്കാരോടാ പറയും. വീട്ടിൽ നോമ്പ് തുറക്കുകയാണെങ്കിലും പള്ളി കമ്മിറ്റി നോമ്പ് ആൾക്കൂട്ടം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ബഹള. ഇബാദത്താണ്, ദുആയുടെ സമയമാണ്, അള്ളാഹു ദുആ സ്വീകരിക്കുന്ന സമയമാണ്, തനിക്ക് വേണ്ടി ദുആ ചെയ്യേണ്ട സമയമാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ദുആ ചെയ്യേണ്ടതാണ്, ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ദുആ ഉണ്ട്. അവിടെ തിന്നുന്ന മുഴുവൻ ഭക്ഷണ പദാർത്ഥവും നാട്ടുകാരുടെ പൈസയാണ്. ആളുകൾ കൊണ്ടുവന്ന ആരാ തിന്നാൻ തന്നെങ്കിൽ തിന്നാൻ തന്നവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അള്ളാന്റെ റസൂല് നോമ്പ് തുറപ്പിച്ച ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥന പഠിച്ചു വെക്കുക. പഠിച്ച് ദിവസേന ഓരോ ദിവസവും മറ്റുള്ളവരാൽ നമ്മൾ നോമ്പ് തുറപ്പിക്കപ്പെടുകയാണ്. നമ്മുടെ പള്ളിയിൽ അതിനുള്ള സംവിധാനങ്ങൾ എല്ലാ വർഷവും ഏർപ്പെടുത്താറുണ്ട്. ഈ വർഷവും അതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 5000 രൂപയാണ്. പരമാവധി ആളുകൾ മത്സരിക്കുക. അങ്ങനെ അവസാനത്തെ 10 കഴിഞ്ഞാൽ ഇനി ഗ്യാപ്പ് ഉണ്ട്, ആദ്യത്തെ 10 കഴിഞ്ഞാൽ ഗ്യാപ്പ് അവിടെ ഉണ്ടാവരുത്. അതിനുള്ളതാ നോമ്പ്. നന്മകളിലേക്ക് മത്സരിക്കാനുള്ളതാ നോമ്പ്. ഒരൊറ്റ നോമ്പിന്റെ പ്രതിഫലമായി റസൂലുള്ളാഹി പറഞ്ഞത് അവന് നരകത്തിൽ നിന്ന് 70 വർഷത്തെ വഴി ദൂരം അകറ്റപ്പെടുമെന്നാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞത് അവനും നരകത്തിനും ഇടയിൽ റബ്ബിന് ഖന്ദഖ് ഏർപ്പെടുത്തപ്പെടും. അതിന്റെ വിശാലത എന്ന് പറയുന്നത് ആകാശഭൂമികൾ വിശാലമാണ്. ഒറ്റ നോമ്പ് കൊണ്ടുള്ള നേട്ടമാണ്. നോമ്പ് തുറപ്പിച്ചാൽ, മറ്റൊരാള് നോമ്പ് തുറപ്പിച്ചാൽ അത് അയാളുടെ പ്രതിഫലം, അയാൾ നോമ്പ് നോറ്റതിന്റെ പ്രതിഫലം തുല്യമായി നോമ്പ് തുറപ്പിച്ചവനും ലഭ്യമാകുമെന്ന്. രാത്രിയിലെ ഖിയാമുൽ ലൈൽ അത് ശീലമാക്കുക. നോമ്പ് കഴിഞ്ഞാലും തുടർന്ന് ശീലമാക്കുക, കുറഞ്ഞ അളവിലെങ്കിലും. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളോട് പരിശുദ്ധ റമദാനിന് സമ്പൂർണമായി, വളരെ പൂർണ്ണമായി ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ ആവശ്യമായ ചില തയ്യാറെടുപ്പുകൾ, ചില മുന്നൊരുക്കങ്ങൾ, ചില പ്ലാനിങ്ങുകൾ, ചില ആസൂത്രണങ്ങൾ അത് നടത്തിക്കൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുക. ജീവിക്കാൻ, റമദാനിൽ ജീവിക്കാൻ, റമദാനിൽ നന്മ ചെയ്യാൻ, റമദാനിൽ ജീവിതത്തിലുള്ള തിന്മകളെ ഒഴിവാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി കമാ റബ്ബുനാ വയർദാ. والصلاة والسلام الأتمان الأكملان خاتم الأنبياء والمرسلين محمد آله وصحبه أجمعين. أما بعد يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. സഹോദരന്മാർ, അല്ലാഹുവേ സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഉള്ള ആളുകളെ മുഴുവൻ ഏറെ പ്രയാസപ്പെടുത്തിയ സംഭവമായിരുന്നു 2 ദിവസം മുൻപ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യും. പലപ്പോഴും മിമ്പറിൽ നിന്നുകൊണ്ട് കൊലപാതകത്തെ സംബന്ധിച്ചും ലഹരിയുടെ ഉപയോഗത്തെ സംബന്ധിച്ചും ഒക്കെ താക്കീത് നൽകപ്പെടാറുണ്ട്. പക്ഷെ സമൂഹം ഉപദേശങ്ങളൊക്കെ ഒരു അധികപ്പറ്റായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് വിഷയങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പതിയേണ്ടതും ഒരുപാട് പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതുമായ ഒരു സംഭവ വികാസമായിരുന്നു. 13കാരൻ കൊല്ലപ്പെടുന്നു. അവിടെ മനസ്സിൽ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കുക. ആ കുട്ടിയോടൊരു ചോദ്യം ചോദിച്ചു, എന്തിനാ മോനെ നീ കൊല്ലപ്പെട്ടു? ആ പെൺകുട്ടിയോട് ഇങ്ങനെ ചോദിച്ചു, നീ എന്തിനാണ് കൊല്ലപ്പെട്ടത്? കൊല്ലപ്പെട്ട വ്യക്തി എന്തിനു വേണ്ടി കൊല്ലപ്പെട്ടുവെന്ന് അറിയാത്ത
കൊന്നവൻ നീ എന്തിനു വേണ്ടി കൊന്നുവെന്ന് ചോദ്യത്തിന് ഉത്തരമില്ലാത്തൊരു കാലം, അത് അന്ത്യനാളിന്റെ അലാമത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാളിലേക്ക് ഇങ്ങനെ അടുക്കുമ്പോ അതും കേട്ട് വരട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കല്ല, വേഗം ഇവിടുന്ന് പോകാൻ റെഡിയാകും. ഷഹാദത്തൊക്കെ ശരിയാക്കി കർമ്മങ്ങളൊക്കെ ശുദ്ധിയാക്കി എപ്പ റബ്ബ് വിളിച്ചാലും അത് സ്വീകരിക്കാൻ റെഡിയായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. ലഹരി അതിലൊരു ഘടകമായിരുന്നു. മാധ്യമങ്ങൾ ചർച്ച ചെയ്യാം, ചർവണ ചർച്ച ചെയ്യാം, ശക്തമായ ചർച്ച. സർക്കാരിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, പറ്റും, സർക്കാരിനെ കൊണ്ട് സാധിക്കും, നമ്മുടെ നിയമ സംവിധാനങ്ങളെ കൊണ്ട് സാധിക്കും. പക്ഷെ വേണമെന്ന് വിചാരിക്കും, സോഴ്സുകൾ കണ്ടെത്താൻ ഒരു പ്രയാസമില്ല. നമ്മുടെയൊക്കെ രാജ്യത്തെ സെക്യൂരിറ്റി സിസ്റ്റം എന്താന്ന് പറയുന്നത്. പക്ഷേ ചില ആളുകൾ ചില സമയത്തൊക്കെ ഒന്ന് കണ്ണടക്കും, അതിന്റെ ദുരന്ത ഫലമാണ് അനുഭവം. നിയമപാലകരുടെ പിന്തുണയുണ്ട്, ഭരണകൂടങ്ങളുടെ പിന്തുണയുണ്ട്, രാഷ്ട്രീയപരമായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ പിന്തുണയുണ്ട്. ഇതിന്റെയൊക്കെ വലിയ നേട്ടമായി കാണുന്ന സാമ്പത്തികമായ നേട്ടങ്ങളിൽ പങ്കാളിത്തം വഹിക്കുന്ന ആളുകളുണ്ട്. ഒരു ശക്തമായ കൂട്ടമായ മുന്നേറ്റം. മതം വേണ്ട, ധാർമ്മികത വേണ്ട, ലിബറലിസം, സ്വതന്ത്രതാവാദം, ആർക്ക് എങ്ങനെ തോന്നിയതുപോലെയൊക്കെ ജീവിക്കാം. ഇന്ധന ഒരു ചാനൽ ചർച്ചയിൽ കേട്ടത് മദ്രസകളിൽ നിന്ന് നല്ല ഉപദേശം കൊടുക്കണം. മദ്രസ തന്നെ വേണ്ടെന്ന് പൂട്ടണം എന്ന് പറഞ്ഞ മനുഷ്യന്മാര് മിറ്റാന്ന് വരെ പറയാം മദ്രസയൊക്കെ പൂട്ടണം. ഇത് ഇന്നലെ പറയാ മദ്രസയിൽ നിന്ന് ലഹരിക്കെതിരെ ബോധവൽക്കരണം, മഹല്ലുകൾ ഉണരണം. മഹല്ല് സർവവും പൊളിക്കാൻ വേണ്ടി നടക്കുന്ന മനുഷ്യന്മാര്. ലിബറൽ ചിന്താഗതി വന്നിട്ട് ഒരു തലമുറ എന്നിവിടെ ഉണ്ടായിട്ടില്ല, അരത്തലമുറ വളർന്നിട്ടില്ല. ഏതാനും കൊല്ലങ്ങൾ, ഏതാനും വർഷങ്ങൾ തനിക്കൊക്കെ തന്റെ ശരീരം താൻ തോന്നിയതുപോലെ ഉപയോഗപ്പെടുത്താം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കരികുലത്തിൽ കൈവയ്ക്കുകയും വിദ്യാർത്ഥികളുടെ യൂണിഫോമുകളിൽ കൈവയ്ക്കുകയും ആണിനെയും പെണ്ണിനെയും ഒന്നിച്ചിരുത്തി പഠിപ്പിക്കണമെന്ന് വാദിക്കുകയും എന്നിട്ട് ഓരോരുത്തരുടെയും പൈശാചികമായ ചിന്തകളെ ഉണർത്തിവിടുകയും ചെയ്ത് ഇന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഞെട്ടൊക്കെ മാറിയിട്ടുണ്ട്. ആ പെൺകുട്ടിയോട് നീ എന്തിനു കൊല്ലപ്പെട്ടു എന്ന് ചോദിക്കുന്നതിന് മുൻപ് ചോദിക്കേണ്ട മറ്റൊരു ചോദ്യം, മോളെ നീ എന്തിനാ വീട്ടിലേക്ക് പോയി എന്ന് ചോദിക്കാൻ ആളുണ്ട് അവിടെ. അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ബാഗ് തപ്പാൻ പാടില്ല എന്നാ പുതിയ ഓർഡർ. തപ്പി നോക്കിയിട്ട് കുട്ടികൾ ഏതെങ്കിലും പ്രത്യേകമായ പ്രതികൂലമായ സാഹചര്യത്തിൽ എന്തെങ്കിലും തിന്മകൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൗൺസിലിംഗ് കൊടുത്ത് അവരെ നന്നാക്കി അവരെ പരിഷ്കരിച്ച് ശുദ്ധീകരിച്ച് നന്മയിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങളെ അടച്ചു കളയാനുള്ള പ്രവർത്തനങ്ങൾ, വ്യാപകമായ പ്രചാരണങ്ങൾ നടത്തുമ്പോ ഇത്തരത്തിലുള്ള വാർത്തകൾ ഈ വാർത്ത കഴിഞ്ഞതിന് ശേഷം ഇന്നലെ കോഴിക്കോട്ട് നിന്ന് ഒരു നിയമ വിദ്യാർത്ഥിനി ഇതേ രൂപത്തിൽ ആ കുട്ടി കൊല്ലപ്പെടുന്നത്. എന്റെ ശബ്ദത്തെ കേൾക്കുന്ന ഉമ്മമാർ, അവരോട് വളരെ ഗൗരവത്തോടു കൂടി ഞാൻ പറയുന്നു, മതവിദ്യാഭ്യാസ റബ്ബിനെ ഭയപ്പെടുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചാലല്ലാതെ ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം ഉണ്ടാവൂല. വീട്ടിലൊറ്റക്കാണെങ്കിലും പള്ളിയിലാണെങ്കിലും മദ്രസയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ടൂർ പോയാലും എവിടെയാണെങ്കിലും എന്നെ കാണുന്ന ഒരു റബ്ബുണ്ട്. ആ റബ്ബ് എന്റെ ചെയ്തികൾ മുഴുവൻ ഹാജരാക്കപ്പെടുന്ന ഒരു വിചാരണയുടെ സമയമുണ്ട് എന്ന തിരിച്ചറിവ് ബോധമണ്ഡലങ്ങളിലേക്ക് എന്ന് നമുക്ക് ആവാഹിക്കാൻ സാധിക്കുന്നു, അന്നേ മാറ്റം ഉണ്ടാവുള്ളൂ സമൂഹത്തിൽ. പ്രശ്നത്തിന് ആര് പരിഹാരം ഉണ്ടാക്കും എന്ന് ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഭരണപക്ഷം പ്രതിപക്ഷത്തെയും പത്രപ്രവർത്തകര് നിയമസംവിധാനം രക്ഷിതാക്കളും നാട്ടുകാരെയും കുറ്റം പറഞ്ഞിങ്ങനെ നടക്കുക. ഉമ്മമാര് മാറണം, ഉമ്മമാര് മാറിയേ പറ്റൂ. ഈ കേസിലൊരു ഉമ്മയുണ്ട്. ആ ഉമ്മ ബോധം തെളിഞ്ഞപ്പോ പോലീസിന് കൊടുത്ത മൊഴിയായിക്കൊണ്ട് പത്രങ്ങൾ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ കട്ടിൽ നിന്ന് വീണു എന്നാണ്. നിങ്ങൾക്ക് മനസ്സിലായത്? സ്വന്തം മകൻ ചെയ്ത ഏറ്റവും വലിയ തിന്മ മറച്ചു പിടിക്കാൻ മരണത്തിന്റെ വക്കിൽ കിടക്കുമ്പോൾ പോലും ആ ഉമ്മക്ക് താല്പര്യം മോഹനെ പ്രൊട്ടക്ട് ചെയ്യണം. ഗ്രീക്ക് സാഹിത്യത്തിൽ ഒരു കഥയുണ്ട്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരു പെരുങ്കള്ളനെ കെട്ട് അവസാനം പോലീസ് പിടിച്ച് അവനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിക്കുക. കഥയാ.
എന്താ അവസാനമായിട്ട് എന്തെങ്കിലും പറയാണ്ടോ? ചെക്കൻ്റെ അമ്മയോട് സ്വകാര്യം പറയാണ്ട്. അമ്മയെ അടുത്തേക്ക് കൊണ്ടുവന്നു. ജഡ്ജി അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോ വായില് അമ്മയുടെ ചെവിയാണ്. ചെവി ഇങ്ങോട്ട് കടിച്ച് പറിച്ചിട്ട് തുപ്പിയാണ് പുറത്ത്. കഥയാണ്, പഴയ ഗ്രീക്ക് കഥയാണ്. എന്തിനെ കടിച്ചു? ഞാനിങ്ങനെ കുട്ടിക്കാലം തൊട്ട് കക്കണതാ. എല്ലാ ഘട്ട വർത്താനം ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ട്, ഒക്കെ അമ്മ കേട്ടിട്ടുണ്ട്. അമ്മ അതിനൊക്കെ ചിരിച്ചു തള്ളി, അമ്മ അതിനൊക്കെ സ്വീകരിച്ചു. ആ ഘട്ടം ഉണ്ടെന്ന് കൊടുക്കണമൊക്കെ അമ്മ അനുഭവിച്ചു. അവസാനം ഞാനിപ്പോ ഈ പരുവത്തിൽ കൊലക്കാരന്റെ മുമ്പിലെത്തി. ഞാൻ ചെയ്ത മുഴുവൻ തെറ്റിന്റെയും കാരണം ആ ചെവിയാണെന്ന്. ഒന്നാമത് പറഞ്ഞ ദിവസം തിരുത്തേണ്ട സമയത്ത് തിരുത്തിയിരുന്നുവെങ്കിൽ എനിക്ക് ഗതികേട് ഉണ്ടാകുമായിരുന്നില്ല എന്നാണ്. 5ഓളം ആളുകളെ വധിക്കുകയും സ്വന്തം മാതാവിനെ കൊല നടത്താൻ, മരിച്ചു എന്ന് വിചാരിച്ചവൻ ഇട്ടുപോയതാ, കൊല നടത്താൻ പരിശ്രമിക്കുകയും ചെയ്ത മകനെ പ്രൊട്ടക്ട് ചെയ്യാൻ പരിശ്രമിക്കുന്ന ഒരു ഉമ്മ. അത് ഒരു ഉമ്മയുടെ ഉമ്മ മനസ്സാണ്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഉമ്മാരെ അങ്ങനെ ആവരുത്. മക്കളെ തിരുത്തേണ്ടിടത്ത് തിരുത്തേണ്ടിടത്ത് ശക്തമായി തിരുത്തുന്ന ആളുകളായിക്കൊണ്ട് ഉമ്മമാരും വാപ്പാര് അതൊക്കെ ഉമ്മാന്റെ പണിയാ, നമുക്കിതൊന്നും ബാധകല്ല എന്ന നിലക്ക് നടന്നാൽ ദുരന്തങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ആരും അന്ന് നേരം വെളുത്തപ്പോ ഇന്ന് എന്റെ അവസാനാണ്, അത് ചുറ്റിയൊക്കെ തലകൊണ്ട് അടി കിട്ടിയിട്ടുള്ള ഒരു അവസാനമായിരിക്കും എന്നൊന്നും ആരും കരുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ വേണം. മാറ്റൊക്കെ ഇങ്ങനെ ആകാശത്ത് നിന്ന് ഇറങ്ങുമെന്ന് വിചാരിച്ച ആരും ഇരിക്കണ്ട. അവനാന്റെ വീട്ടിൽ നിന്ന്, അവനാന്റെ മദ്രസയിൽ നിന്ന്, അവനാന്റെ പള്ളിയിൽ നിന്ന്, അവനവന്റെ ബന്ധങ്ങളിൽ നിന്ന് താൻ എവിടേക്ക് ഇടപെടുന്ന ഇടത്തൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ ആവശ്യമുണ്ടോ, എവിടേക്ക് എന്തൊക്കെ തിന്മകൾ കാണുന്നുണ്ടോ, ആ തിന്മകൾ കൈകൊണ്ട് തടുക്കേണ്ടടുത്ത് കൈകൊണ്ടും, നാവ് കൊണ്ട് ഉപദേശിക്കേണ്ടടുത്ത് നാവ് കൊണ്ടും, മനസ്സുകൊണ്ട് വെറുക്കേണ്ടടുത്ത് മനസ്സുകൊണ്ട് വെറുത്തു. അതാണ് ഈമാനിന്റെ ഏറ്റവും താഴെപ്പടിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു തെറ്റുതിരുത്തൽ പ്രക്രിയയുണ്ട് ഇസ്ലാമിൽ. അതിന്റെ വക്താക്കളായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ അനുസരണയുള്ള കൺകുളിർമയുള്ള മക്കളാക്കിക്കൊണ്ട് റബ്ബ് നമ്മുടെ മക്കളെ മാറ്റിയെടുക്കുമാറാവട്ടെ. കുടുംബ സാഹചര്യങ്ങൾ നന്മയുടെ വിളനിലങ്ങളാക്കി മാറാൻ ആവശ്യമായ ഒരു ഇസ്ലാമികമായ സംസ്കാരത്തോടുകൂടി കുടുംബത്തെ വളർത്തുവാനുള്ള ഒരു തൗഫീഖിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നോമ്പിനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ പള്ളിയുടെ പ്രവർത്തനങ്ങൾ വളരെ വേഗതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. നോമ്പ് വരുന്നു. മനസ്സറിഞ്ഞ് ശരീരമറിഞ്ഞ് തന്റെ സമ്പത്തൊക്കെ ചെലവഴിച്ചാൽ പോയിട്ടുണ്ട് കുറച്ചിന്റെ അടുത്തുനിന്ന് എന്നൊക്കെ ഒന്ന് തോന്നുമാറുള്ള ചിലവഴിക്കപ്പെടലുകൾ നടത്തപ്പെടേണ്ട സന്ദർഭങ്ങളാണ്. മനസ്സറിഞ്ഞുകൊണ്ട്, ശരീരം അറിഞ്ഞുകൊണ്ട്, സമ്പത്ത് അറിഞ്ഞുകൊണ്ടുള്ള ഒരു കേവലം അറിയാതെയുള്ള ഒരു ഒഴുക്കിലുള്ള പ്രവർത്തനങ്ങൾക്കപ്പുറത്തേക്ക് ആയിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. അത്തരത്തിൽ ശക്തമായി മുന്നേറാൻ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയൊക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على محمد وسلم والحمد لله رب العالمين.